വലിയ പ്രതിഷേധം തുടരുകയാണ് ആശമാർ. മുഖ്യമന്ത്രിയെ കാണാതെ അവിടെ നിന്ന് തിരികെ പോകില്ല എന്ന് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതിനിടയിലാണ് അവരുടെ മൈക്കും സ്പീക്കറും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനെതിരെയും അവരുടെ പ്രതിഷേധമുണ്ടായി. അത് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ അവർ നിലയുറപ്പിക്കുകയായിരുന്നു. പോലീസ് വാഹനം പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ മൈക്കും സ്പീക്കറും തിരിച്ചു നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് ആ ഓടുന്ന വാഹനത്തിന് മുന്നിൽ ഇരിക്കുന്ന ആശമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത്. ഇന്നത്തെ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും ആശമാർ പ്രതിഷേധ ദിനമായിട്ട് നാളെ ആചരിക്കും. നാളെ പ്രതിഷേധ ദിനമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആശമാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. ഇന്നത്തെ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ മൈക്ക് എടുത്തു കൊണ്ടുപോയി വളരെ വലിയ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ അനുവദിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധം ആശാമാർക്ക് പല ആളുകളെയും പ്രശ്നമാക്കിയിട്ടുണ്ടല്ലോ. ഈ സമരം ഞങ്ങൾ ഇന്നത്തെ നിൽക്കുന്നത് കൊണ്ടുപോയിക്കൊണ്ട് തുടരുകയാണ് സമരം തുടരുകയാണ്. ഞങ്ങളെല്ലാം സംഘർഷം ഉണ്ടാക്കുന്നത്. ഒരു സംഘർഷം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, പോലീസാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത് ഏറ്റവും നന്നായിട്ട് ജനാധിപത്യപരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഡെലിഗേഷനെ കാണാൻ അനുവദിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു ഡെലിഗേഷൻ എല്ലാവരും കൂടി പോയി കാണാൻ പറഞ്ഞില്ല. ആ ഡെലിഗേഷൻ ഒരു മുഖ്യമന്ത്രിക്ക് ഒന്ന് ഫേസ് ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പൊ ആരാണ് ഉത്തരവാദി? ബോക്സും പിന്നെ മൈക്കും ഒക്കെ ഞങ്ങള് ബുദ്ധിപരമായിട്ട് സ്വർണ്ണമെല്ലാം ഊരി വെച്ചിട്ട് വന്നു. അല്ലെങ്കിൽ ഇതും കൊണ്ടുപോകും. ഇനി ആശമാരെ പിടിച്ച് കയറ്റുന്ന കാര്യം അറിഞ്ഞൂടാ. അവർക്ക് ഒരു നടപടിയെന്നല്ല, പോലീസ് നടപടിയാണ്. ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഒരു 10-20 ആളുകൾ CP ജോണയും കസ്റ്റഡി എടുത്തിരിക്കാനും. ഈ സമരസമിതി ആവശ്യപ്പെടുന്ന ഒരാളെങ്കിലും മുഖ്യമന്ത്രി കാണാനോ? അതെ, ഞങ്ങളൊരു ഡെലിഗേഷനാ ചോദിച്ചത്. അവസാനം ACP ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഡെലിഗേഷന് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ചർച്ചയ്ക്ക് എത്ര സമയം വേണം? അത് നടക്കാതെ പോയിരിക്കുകയാണ്. ഒരു ഡെലിഗേഷനെങ്കിലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ എടുത്ത് പോകാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടാണ് ഈ നടപടി നടത്തുന്നത്. 20ഓളം ആശമാരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് ക്ലിഫ് ഹൌസ് മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്ത് ആശമാരുടെ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരം തുടരും എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. അവർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള കാര്യം തന്നെയാണ്. ഒരാൾ പ്രതിനിധികളിൽ ഒരാളായി എങ്കിലും മുഖ്യമന്ത്രി സംസാരിക്കണം എന്നുള്ളൊരാവശ്യമാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനുപോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ആശമാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധമാണ് രാവിലെ തൊട്ട് തന്നെ നമ്മൾ ക്ലിഫ് ഹൌസിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുവാനായി പോലീസ് ചില പീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചുവെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ തന്നെ തുടരുകയാണ്. ഖജനാവിൽ പണമില്ല, ഞങ്ങൾക്ക് സമ്പത്ത് അല്ലെങ്കിൽ ഖജനാവിൽ പണം വരുമ്പോൾ 100 രൂപയാണെങ്കിലും കൂട്ടിത്തരാൻ ഞങ്ങൾ തയ്യാറാണെന്നൊരു വാക്ക് ഞങ്ങളുടെ ഇതിന്റെ നേതാക്കന്മാരെ വിളിച്ചറിയിച്ചിരുന്നുവെങ്കിൽ ആശമാര് ഒന്നടങ്കം സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഒരു മനസാക്ഷി കാണിക്കാത്ത മുഖ്യമന്ത്രി ഇനി ഞങ്ങളുടെ സമരം വിജയം വരയ്ക്കും. ഞങ്ങൾ സമരം ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. മണിക്കൂറുകളായി സമരം ആരംഭിച്ചിട്ട് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. മർദ്ദനം ഏറ്റവും ഇവിടെ ഈ ബോക്സ് അവര് പോലീസുകാര് വന്ന് കൈകേറി ഈ വാഹനം അവര് തള്ളി തുറന്നു. അതിനകത്തിരുന്ന സാധനങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഈ മോളിൽ ഇരുന്ന ബോക്സ് എല്ലാം അവര് തള്ളി മറിച്ച് താഴെ ഇട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആശമാരതിനെ പ്രതിഷേധിച്ചപ്പോൾ ലേഡി പോലീസാണ് അത് ചെയ്തത്. കഴുത്തിൽ വെച്ച് അമർത്തി ആ കുട്ടിയുടെ. ഞാനാണ് കൈ പിടിവെച്ച് മാറ്റിയത്. ലക്ഷ്മി
വിജിൻ വായന്തോട് തുടരുന്നുണ്ട്. വിജിൻ, എന്താണ് ആശമാർ പറയുന്നത്? ഈ പ്രതിഷേധം അത് ഇങ്ങനെ തന്നെ തുടരുമെന്നാണോ? പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളെ വലിച്ചഴിച്ചു. എന്നെ റോഡിൽ വലിച്ചഴിച്ച് അപ്പുറത്തുകൊണ്ട് ഇട്ടു. അത് 2-3 തവണ അവർ ആവർത്തിച്ചു, എന്നെ വലിച്ചഴിച്ച് അപ്പുറത്തുകൊണ്ട്. പിന്നെ പോലീസ് എന്നെ നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. യഥാർത്ഥത്തിൽ അതിലൊരു വർധനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ നന്നായി എന്നെ വേദനിപ്പിച്ചു അവർ. കാരണം ഞങ്ങൾ വളരെ കഴിഞ്ഞ 8 മാസത്തിലേറെയായി വളരെ എന്താ പറയുക സമാധാനപരമായ ഒരു സമരമാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഞങ്ങൾ പല സമരങ്ങളും നടത്തി. പക്ഷേ ഒരിടത്ത് പോലും ഞങ്ങൾ പ്രകോപനപരമായ ഒരു സംഗതിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ അവസാനത്തെ പരിശ്രമമാണിത്. മുഖ്യമന്ത്രി ഇന്നെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലിഫ് ഹൗസിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്ന് രാവിലെ മുതൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മുദ്രാവാക്യം വിളിക്കുക, ഞങ്ങൾ പ്രസംഗിക്കുക, പാട്ട് പാടുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനിടയ്ക്കാണ് കയറി ഞങ്ങളുടെ മൈക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന മൈക്കാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പൊ മൈക്കും ബോക്സും ഞങ്ങളുടെ മുഴുവൻ സാധനങ്ങൾ അവർ എടുത്തുകൊണ്ട് പോയിരിക്കുക. അപ്പൊ അതെടുത്തപ്പോൾ സൗണ്ട് സിസ്റ്റം മുഴുവൻ എടുത്തു. അപ്പൊ അത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞതിനാണ് ഇത്രയും അക്രമ പ്രവർത്തനം ഇവിടെ നടന്നത്. വണ്ടീന്റെ അടി പോകേണ്ടുന്നതായിരുന്നു ഞാൻ. കാരണം ഞങ്ങളുടെ ഒരു പ്രതിരോധമാണല്ലോ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആശമാര് നക്കാപ്പിച്ച കിട്ടുന്ന പൈസയിൽ നിന്ന് ഇട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത്, ഈ ബോക്സും മൈക്കും എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ 8 മാസത്തെ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ആ സാധനമാണ് കയ്യേറ്റം ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ പ്രതിരോധിച്ചപ്പോഴാണ് വണ്ടി കൊണ്ട് കയറ്റിയത്. ഞാൻ വണ്ടിയുടെ അടിയിലായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ, അതാ സംഭവിച്ചത്. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയതാണ്. മനഃപൂർവ്വം ഞങ്ങൾ അല്ലെങ്കിൽ രാവിലെ വന്നിരുന്ന ഞങ്ങളിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യം മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും നേരം നേടുകയും അത് മനഃപൂർവ്വം പോലീസ് ഇടപെട്ട് അത് മനഃപൂർവ്വം ചെയ്യിച്ചതാണ്. അത്രയും 8.5 മാസം കൊണ്ട് ഞങ്ങൾ ഒരു പ്രകോപനത്തിനും പോയില്ല. അവർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ ശരീരമൊക്കെ പിടിച്ചു വലിച്ച് ഞങ്ങളുടെ കൈയൊക്കെ മുറിഞ്ഞതുപോലെയൊക്കെ ഇരിക്കുകയാണ്. അത്രയ്ക്ക്. കാരണം ഞങ്ങൾ 8.5 മാസം കൊണ്ട് എന്തെല്ലാം സമരം ചെയ്തിട്ടും ഒരു പ്രകോപനത്തിന് ഞങ്ങൾ പോവുകയോ ഒന്നും ചെയ്തില്ല. അവർ ഇങ്ങോട്ട് വന്നാണ് ഞങ്ങളെ പ്രകോപിപ്പിച്ചത്.